അത് നിനക്കുള്ള അടുക്കളക്കാരിയുടെ ഗിഫ്റ്റാ. വായിച്ചു നോക്ക് അതിലെന്താ എഴുതി വെച്ചിരിക്കുന്നേന്ന്. ഇതുകൊണ്ട് തന്നെയാ ചേച്ചി കൂടും കുടുക്കയെടുത്ത് അവളോടും തന്തയോടും ഇറങ്ങിക്കൊള്ളാൻ പറഞ്ഞത്. ദൈവമേ, ഇവനെന്തോന്നാ ഈ ചെയ്യുന്നത്? ആകെ കുഴപ്പമാവുന്ന ലക്ഷണമാണല്ലോ. ശ്രീഭൂതനാഥ കാത്തോളണേ. അമ്മയും അച്ഛനും അവരെ പറഞ്ഞു വിടാൻ കാരണം ഈ സെന്റൻസ് ആണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ അങ്ങനെ ഒരു സെന്റൻസ് മറ്റൊരാൾ മനഃപൂർവ്വം സൃഷ്ടിച്ചെടുത്തത്. സത്യം അറിയണമെങ്കിൽ ഇതിലെന്താ ഒറിജിനൽ ആയിട്ട് എഴുതിയിരിക്കുന്നതെന്ന് വായിച്ചാൽ മതി. എനിക്ക് തരാനുള്ള ഗിഫ്റ്റ് ആണെങ്കിൽ ഇപ്പൊ ഈ കാണുന്നതായിരിക്കും കല്യാണി എഴുതാൻ സാധ്യത. ഇതിലെ എഴുത്ത് കണ്ടപ്പോഴേ എനിക്കിത് ഇളയമ്മയുടെ അക്ഷരമാണെന്ന് സംശയം ഉണ്ടായിരുന്നു. കല്യാണിയെ പുറത്താക്കാൻ ഇളയമ്മയുടെ തന്ത്രം, അതാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ചേച്ചി, ഞാൻ അത് പിന്നെ നീ കാണിച്ച മൂന്നാം തരം വിലയ്ക്കും ഞങ്ങൾക്കിപ്പോ തലകുനിക്കേണ്ട അവസ്ഥ വന്നിരിക്കേ. ചേച്ചി, എന്റെ അറിവില്ലായ്മ കൊണ്ട് ഒരു തെറ്റ് ചെയ്തു പോയതാ. ക്ഷമിക്കണം. നിന്നോട് ക്ഷമിക്കാനുള്ളത് ഞാനല്ല, കല്യാണിയും ദാസേട്ടനോ. അവര് ക്ഷമിച്ചില്ലെങ്കിൽ അവരോടൊപ്പം കൂടും കുടുക്കെടുത്ത് നിനക്കും തൃച്ചംബരത്തിന്റെ പടിയിറങ്ങാം ഇപ്പൊ തന്നെ. ദാസേട്ടാ, കല്യാണിയും കൊണ്ട് അകത്തേക്ക് വാ പ്ലീസ്. അതൊക്കെ താഴെ വെച്ചിട്ട് വാ. ഒരു തെറ്റും ചെയ്തില്ലെങ്കിലും എന്നോടൊരു വാക്ക് പോലും മറുത്തു പറയാതെ ശിക്ഷ വാങ്ങി പോകാനിറങ്ങിയ ദാസേട്ടനും കല്യാണിയും വേണം നിന്നോട് ക്ഷമിക്കാൻ. ചെന്ന് പറ അവരോട് ക്ഷമിക്കാൻ. ചെല്ലാൻ.
ദാസേട്ടനും കല്യാണിയും എന്നോട് ക്ഷമിക്കണം. ഐ ആം സോറി. അയ്യോ, അതൊന്നും വേണ്ട മാഡം. ഞങ്ങളിവിടുത്തെ ജോലിക്കാരാ. ഇവിടുത്തെ ഉപ്പും ചോറുവാ ഞങ്ങളുടെ ഈ തണ്ടും തടിയൊക്കെ. മാഡം ഒരിക്കലും ഞങ്ങളുടെ മുമ്പിൽ കൈകൂപ്പരുത്. അങ്ങനെയല്ല ദാസേട്ട. ദാസേട്ടൻ ക്ഷമിച്ചു എന്ന് പറഞ്ഞാലേ എനിക്കിവിടെ നിൽക്കാൻ പറ്റൂ. എന്നോട് ക്ഷമിച്ചെന്നൊന്ന് പറ പ്ലീസ്. ഞങ്ങളല്ല, സാക്ഷാൽ കൃഷ്ണനും രാധയോ മാഡത്തിനോട് ക്ഷമിക്കേണ്ടത്. ദൈവങ്ങളെ സാക്ഷി നിർത്തി ഇങ്ങനൊരു കൃത്രിമം പാടില്ലായിരുന്നു. സാരമില്ല, ഇപ്പോ എല്ലാവർക്കും എല്ലാം ബോധ്യപ്പെട്ടതും ഭഗവാന്റെ കൃപ കൊണ്ടാ. മാഡം, വിലാസിനി മാഡത്തിനോട് ക്ഷമിക്കണം. ഞങ്ങൾക്ക് ഒരു പരിഭവമില്ല ഈ കാര്യത്തില്. എന്റെ മോള് തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് സാറിന് മാഡത്തിന് മനസ്സിലായല്ലോ. അത് മതി ഞങ്ങൾക്ക്. പക്ഷേ ഇന്നലെ ഒരു നിമിഷം തെറ്റിയിരുന്നെങ്കിൽ എന്റെ മോൾ ഇന്ന് ഈ ലോകത്തുണ്ടാവില്ലായിരുന്നു. അതുകൂടി നിങ്ങൾ മനസ്സിലാക്കിയ കൊള്ളായിരുന്നു. എന്താ നീ കാണിക്കുന്നു മോളെ? കല്യാണി, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. ആണിനേക്കാൾ 10 മടങ്ങ് മനക്കരുത്തുള്ളവളാവണം പെണ്ണ്. അത് ഏത് കാര്യത്തിലും നീയും കാണിക്കണമെന്ന എന്റെ ആഗ്രഹം. കേട്ടില്ലേ, നീ കാണിച്ചു കൂട്ടിയ നെറുകേടിന് കല്യാണി ആത്മഹത്യക്കൊരുങ്ങിയെന്ന്. അങ്ങനെ എന്തെങ്കിലും അബദ്ധം സംഭവിച്ചിരുന്നെങ്കിൽ നീ സഹദേവന്റെ ഭാര്യയാണെന്നുള്ള കാര്യം ഞാനങ്ങ് മറന്നേനെ. കൊന്ന് തള്ളിയേനെ നിന്നെ ഞാൻ. ദാസേട്ടാ, മാഡം, ദാസേട്ടൻ ഇനി എങ്ങോട്ടും പോണ്ട. കല്യാണിയും കുട്ടി ഔട്ട് ഹൗസിലേക്ക് പോണം. നിങ്ങളെ വേണം ഈ തൃച്ചംബരത്തിന്. എന്താ ദാസ്, നടന്നതെല്ലാം കൂട്ടിക്കഴിച്ച് നോക്കിയിട്ട് ഇനിയും അങ്ങോട്ട് മടങ്ങി പോകണമെന്നുള്ള ആലോചനയിലായിരിക്കും അല്ലേ? അതോ ഇനി ഞാനും അഖിലയും പറയുന്നതും കേൾക്കണ്ടെന്ന് തോന്നുന്നുണ്ടോ ഇപ്പൊ ദാസിന്? ഇല്ല സർ, സാറും മാഡവും പറയുന്ന പോലെ ചെയ്യാം. അതാണ് ഈ ദാസിന് ശീലം. അങ്ങനെയാണെങ്കിൽ കല്യാണിയും കുട്ടി ഔട്ട് ഹൗസിലേക്ക് പോണം. ഇനി കല്യാണി ഈ പടിയിറങ്ങി പോകുന്നത് ഞങ്ങളാരും പടിയിറക്കി വിട്ടിട്ടാവാൻ പാടില്ല. ഈ വീടിന്റെ തന്നെ കല്യാണ പെണ്ണായിട്ടായിരിക്കും. ഇത് തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ വാക്ക. ആനന്ദ്, ദാസേട്ടന്റെ യൂണിഫോം എടുത്തു കൊടുക്ക്. ശരിയമ്മേ.
ഓ മൈ ഗോഡ്, വാട്ട് എ പ്ലസന്റ് സർപ്രൈസ്. സത്യം പറഞ്ഞ എനിക്കിപ്പോഴും അങ്ങോട്ട് വിശ്വാസമാകുന്നില്ലടാ. നീ കല്യാണിക്ക് വാങ്ങിക്കൊടുത്ത അതേ ഗിഫ്റ്റ് കല്യാണി നിനക്ക് വാങ്ങി വെച്ചിരുന്നു എന്ന് പറഞ്ഞ ഇറ്റ്സ് സോ എക്സൈറ്റിംഗ്. അതെ ശബരി, ആ ഗിഫ്റ്റ് കണ്ടപ്പോ ഞാൻ ഇതുപോലെ എക്സൈറ്റഡ് ആയിപ്പോയി. എന്തോ വല്ലാത്തൊരു അനുഭൂതി. നീ പറഞ്ഞതുപോലെ ഒരു പ്ലസന്റ് സർപ്രൈസ്. യെസ്, അതാണ്. ഏതായാലും ആനന്ദേ, അത് വെറും ഒരു ഗിഫ്റ്റ് അല്ല. പ്രണയിച്ച് കൊതി തീരാത്ത രാധയുടെയും കൃഷ്ണന്റെയും മനസ്സ്, നിന്നെയും കല്യാണിയും പോലെ. ആ പ്രതിമയിൽ വലിയ കുഞ്ഞിന്റെ സ്വന്തം കല്യാണി എന്ന് എഴുതിയിരിക്കുന്ന കണ്ടപ്പോ സത്യം പറഞ്ഞ ഞാൻ പിന്തുടർന്ന സ്വപ്നം എന്നെ തേടി വന്നതുപോലെ എനിക്ക് തോന്നിയത്. ഭൂമിയെ സ്വർഗമാക്കിയതുപോലെ. പക്ഷേ പിന്നീടത് ഇളയമ്മ കല്യാണിയെ ചതിക്കാൻ വേണ്ടി എഴുതിയതാണെന്നറിഞ്ഞപ്പോ ഒരുപാട് വിഷമം തോന്നി എനിക്ക്. സത്യം. ഹേയ്, നോ നോ നോ, വിഷമിക്കുകയല്ല. ഇപ്പൊ നീ സന്തോഷിക്കുക വേണ്ടത്. അതായത്, കേട്ടിട്ടില്ലേ, സത്യസന്ധമായി പ്രണയിക്കുന്നവരുടെ മനസ്സും ചിന്തയും എപ്പോഴും ഒന്നായിരിക്കും. അതാ നീ വാങ്ങിക്കൊടുക്കാൻ തീരുമാനിച്ച അതേ ഗിഫ്റ്റ് തന്നെ കല്യാണിയും നിനക്ക് വേണ്ടി വാങ്ങിയത്. അങ്ങനെ ഇത് നിന്റെയും കല്യാണിയുടെ മനസ്സൊന്നാണെന്ന ഒരു തീർച്ചപ്പെടുത്തല. അല്ല ആനന്ദേ, നിനക്ക് തോന്നുന്നുണ്ടോ നീ സിംഗപ്പൂരിൽ നിന്നൊരു ഗിഫ്റ്റ് കൊണ്ട് കൊടുത്തതിന് പകരമായിട്ട് കല്യാണി നിനക്കത് തന്നാണെന്ന്? അതെ, അതല്ലേ അതിൻ്റെ ഒരു ശരി. ഒരാൾ ഒരു സന്ദർഭത്തിൽ ഒരാൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ മറ്റേയാൾ മറ്റൊരു സന്ദർഭത്തിൽ പകരം ഒരു ഗിഫ്റ്റ് തിരിച്ചു കൊടുക്കുന്നു. ഇറ്റ്സ് എ വെരി ഡിപ്ലോമാറ്റിക് ഗിവ് ആൻഡ് ടേക്ക്. അല്ല എന്താ? തേങ്ങാ കൊല. ഇതൊരു അമ്പലമായി പോയി. രാവിലെ പ്രാർത്ഥിച്ച് നാക്കൊണ്ട് ഞാൻ ചീത്ത പറയുന്നില്ല. ആ, നീ ചൂടാവല്ലേ. ഇക്കാര്യത്തിൽ പിന്നെ നിനക്ക് എന്താ തോന്നുന്നത് അത് പറ, കേക്കട്ടെ. എടാ ആനന്ദേ, പരസ്പരം തിരിച്ചറിയാതെ പോയ പ്രണയത്തിന്റെ വേദന കാലം മായ്ച്ചെന്നിരിക്കും. പക്ഷേ അറിഞ്ഞിട്ടും അറിഞ്ഞില്ല എന്ന് നടിച്ച പ്രണയത്തിന്റെ വേദന എപ്പോഴും കാലം ഓർമ്മപ്പെടുത്തുന്നതാണ്. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്ക്. നീ നിന്റെ പ്രണയം കല്യാണി അറിയിക്കാനല്ലേ ഒരു രാധാകൃഷ്ണ വിഗ്രഹം കല്യാണിക്ക് ഗിഫ്റ്റായി നൽകിയത്? അതേ മനസ്സോടെ കല്യാണിയും അവളുടെ ഉള്ളിലെ പ്രണയം നിന്നെ അറിയിക്കാൻ വേണ്ടിയാ രാധാകൃഷ്ണ വിഗ്രഹം തന്നെ നിനക്ക് ഗിഫ്റ്റായി നൽകിയതെങ്കിലോ? എന്താ അങ്ങനെ ആയിക്കൂടെ? ആയിക്കൂടെ എന്നല്ല, ആണെന്ന് തന്നെ ഞാൻ പറയും. 3.5 തരവാ. കല്യാണി നിന്നെ ഇഷ്ടപ്പെടുന്നു. നീ പ്രണയം പറയട്ടെ എന്ന് കരുതി ഇപ്പൊ അവള് കാത്തിരിക്കുക. അതുകൊണ്ട് ഇനിയെങ്കിലും താമസിയാതെ കല്യാണിയോട് നീ നിന്റെ പ്രണയം പറഞ്ഞേ പറ്റൂ. എടാ, ഇനിയും നിനക്ക് എന്താ ഒരു ആലോചന? അല്ല, വിഗ്രഹത്തിൽ എന്റെ സ്വന്തം വലിയ കുഞ്ഞെന്ന് എഴുതിയിരിക്കുന്നത് പോലും സഹിക്കാൻ പറ്റാത്ത എന്റെ അമ്മ ഇതറിയുമ്പോ നിനക്ക് തോന്നുന്നുണ്ടോ അമ്മ ഇത് സമ്മതിക്കുമെന്ന്? മച്ചു, പ്രണയിക്കാൻ ഇറങ്ങുമ്പോൾ നീ പിന്തുടരേണ്ടത് നിന്റെ ഇഷ്ടങ്ങളെയാ, മറ്റുള്ളവരുടെ താല്പര്യങ്ങളെ അല്ല. അങ്ങനെയുള്ള ഒരു പ്രണയവും ഈ ലോകത്ത് ഇതുവരെ വിജയിച്ചിട്ടില്ല. പ്രണയിക്കാൻ ഇറങ്ങി തിരിച്ചവന്റെ മുന്നിൽ അവന്റെ ഹൃദയം കവർന്ന പെണ്ണ് മാത്രമേ ഉണ്ടാവൂ. അല്ലാതെ അച്ഛനും അമ്മയും മാമനും അച്ഛനും ഒന്നും ഉണ്ടാവില്ല. മനസ്സിലായോ? എടാ, നീ വെറുതെ കൺഫ്യൂഷൻ ആവണ്ട. ഏതായാലും ആദ്യം നീ കല്യാണിയോട് നിന്റെ പ്രണയത്തെക്കുറിച്ച് അറിയിക്കേ. അതിനുശേഷം നമുക്ക് ആലോചിക്കാം അമ്മയെക്കുറിച്ചോ അച്ഛനെ കുറിച്ചോ ഒക്കെ. എടാ, ദേ, ഞാൻ പറഞ്ഞു ഇതിൽ നീ കൺഫ്യൂഷൻ വേണ്ടാന്ന്. ഞാൻ പോയി പാൽപ്പായസം വാങ്ങിയിട്ട് വരാം. ഇന്നെന്റെ പക്കനാളാ. നീ ഇവിടെ നിന്ന് എപ്പോ എങ്ങനെ കല്യാണിയോട് പ്രണയം പറയാം എന്നാലോചിക്കും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ആരും കാണാതെ ആരോടും ചൊല്ലാതെ എന്നുള്ളിൽ പോയിട്ടൊരിഷ്ടം നീ പോകും വഴിയെല്ലാം ചങ്ങാതി കാറ്റായി പിന്നാലെ ഞാനെന്നും കൂടുന്നില്ലേ. ചാരെ മൂടുന്ന സിന്ദൂരപ്പാവിന്റെ ഈണങ്ങൾ കാതോരം തീനാവുന്നേ. ഓരോ നിമിഷത്തിൽ നീ എന്ന സ്വപ്നത്തിൻ ആനന്ദ പേരേറി പായുന്നെന്നോ കണ്ണേ കണ്ണേ.
കല്യാണി, അനിയൻകുട്ടാ, ആരും ഇല്ല ഇവിടെ. എന്തു പറ്റി കല്യാണി? എന്തിനെങ്ങനെ പൊതച്ചു മൂടി കിടക്കുന്നേ? വിറയ്ക്കുന്നു വലിയ പനിയാണെന്നാ തോന്നണേ. ഉള്ളൊക്കെ കിടുങ്ങണ പോലെ. എന്നിട്ട് ദാസേട്ടനും അനിയൻകുട്ടനൊക്കെ എവിടെ? അത് നാട്ടിലെ കൊടിമൂട്ടിൽ അമ്പലത്തില് ഉത്സവം നടക്കുക. ഇന്ന് ഞങ്ങളുടെ കുടുംബക്കാരുടെ പൂജയാ. അവിടെ പോയിരിക്കുക രണ്ടുപേരും. നാളെ വരൂ. വലിയ ഞാൻ ചായ എടുക്കാം. ഏയ് കല്യാണി, സൂക്ഷിച്ച്. തലയ്ക്ക് നല്ല ഭാരം. തല കറങ്ങണ പോലെ. തല കറങ്ങുന്നെങ്കിൽ പിന്നെ എഴുന്നേൽക്കുന്ന എന്തിനാ? എന്നിട്ട് ഗുളികയും മരുന്നോ വല്ലതും കഴിച്ചോ? ഇല്ല വലിയ മരുന്ന് വാങ്ങാൻ പോവാൻ ആരും ഇല്ലാത്തത് കൊണ്ട് ഒരു കഷായം ഉണ്ടാക്കി കഴിച്ചു. ഇതിപ്പോ കഷായത്തിലൊന്നും നിൽക്കണ കോളില്ലെന്നാ തോന്നണേ. എന്താ കല്യാണി ഇത്? ഇങ്ങനൊരു അവസ്ഥയിലാണെങ്കിൽ നിനക്ക് എന്നെ ഒന്ന് വിളിച്ചുകൂടായിരുന്നോ? ഞാൻ വീട്ടിലുണ്ടായിരുന്നല്ലോ. കല്യാണി, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. നീ വാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം. ഏയ് അതൊന്നും വേണ്ട വലിയ. നാളെ ആവുമ്പോ കുറയുമായിരിക്കും. മാത്രമല്ല പുറത്ത് നല്ല മഴയുണ്ടെന്നാ തോന്നണേ. വെറുതെ ബുദ്ധിമുട്ടുണ്ട്. ഒരു പ്രാവശ്യം കൂടി കഷായം കുടിച്ചു നോക്കാം. എല്ലാം ശരിയായിക്കോളൂ. കല്യാണി, നീ ഒരുമാതിരി വല്യമ്മമാരെ സംസാരിക്കുന്നത് പോലെ സംസാരിക്കരുത്. മഴയാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാൻ 6-7 കാറുകളുണ്ട് ഇവിടെ. കടുത്ത പനി വരുമ്പോ മനുഷ്യർ കഷായം കുടിക്കുകയല്ല ചെയ്യേണ്ടത്. വലിയ തത്വം പറയാൻ നിൽക്കാതെ നീ വാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം. വലിയ അത് ഞാൻ പറയുന്നത്. കല്യാണി, നീ ഒന്നും പറയണ്ട. പെട്ടെന്ന് ഇറങ്ങാൻ നോക്കിയാ മതി. ഇത് വൈറൽ പനിയാണോ എന്ന് ആദ്യം നോക്കേണ്ടത്. അതിന് ഡോക്ടറെ കാണിച്ചേ പറ്റൂ. വെറും കഷായത്തിൽ തീർന്നതല്ല ഇപ്പോഴത്തെ പനികളൊന്നും. അല്ല, അങ്ങനെയാണെങ്കിൽ എനിക്കൊരു പനിയുടെ ഗുളിക വാങ്ങിച്ചു തന്നാ മതി. ഞാൻ കഴിച്ചോളാം. പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? നിനക്കെന്താ ഞാൻ പറഞ്ഞ അനുസരിച്ചാ? വാ, പോ. വരാൻ.